മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവിന്റെ ആഹ്വാനം. കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസാണ് പരസ്യമായി ആഹ്വാനം നടത്തിയത്. കെ.ബി. ഗണേഷ് കുമാറിനെ വേദിയിൽ ഇരുത്തിയായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പ്രസംഗം. നമ്മുടെ നാട്ടിൽ വികസനം ചെയ്യുന്ന കരുത്തനായ കായ്ബലമുള്ള ഒരു മരമാണ് നമ്മുടെ കെ.ബി. ഗണേഷ് കുമാർ എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ, അതേപോലെ തന്നെ പഴഞ്ചൊല്ലായി പറഞ്ഞാൽ കായ്ക്കാത്ത മച്ചിമരങ്ങളും ഇവിടേക്ക് കടന്നു വരും. അവിടെ തിരിച്ചറിഞ്ഞുകൊണ്ട് മച്ചിമരമാണ്, അത് പൂക്കില്ല, അത് മച്ചിമരമാണ്, കായ്ക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വീണ്ടും നമ്മുടെ മന്ത്രിയാക്കുവാൻ എല്ലാവരും തയ്യാറാകണം. ഞാനും നിങ്ങളോടൊപ്പം കാണും. ഇതാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രസംഗം. കെ.ബി. ഗണേഷ് കുമാറിനെ പത്തനാപുരത്ത് വീണ്ടും വിജയിപ്പിക്കണം എന്നുള്ള ആഹ്വാനമാണ് കോൺഗ്രസ് നേതാവ്, വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം പറയുന്നത്. എസ് വിനീഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, പത്തനാപുരത്ത് കെ.ബി. ഗണേഷ് കുമാറിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയാണ് ഇത്തവണ വീണ്ടും മത്സരിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അഹോരാത്രം അവിടെ പണിയെടുക്കുന്നുമുണ്ട്. ആ സമയത്താണല്ലോ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷേ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ.ബി. ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യണമെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ ഈ ഒരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം ഉണ്ടായത്. കോൺഗ്രസ് വെട്ടിക്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് അബ്ദുൾ അസീസ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പങ്കെടുത്ത ഒരു പൊതുപരിപാടിയിലായിരുന്നു പരസ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു വോട്ട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. ഗണേഷ് കുമാർ മന്ത്രി കായ്ക്കുന്ന മരമാണെന്നും കായ്ക്കാത്ത മച്ചുമരങ്ങളൊക്കെ ഇലക്ഷൻ സമയത്ത് വരുമെന്നും അവർക്ക് വോട്ട് നൽകരുതെന്നുമായിരുന്നു വെട്ടിക്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ആഹ്വാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചത് മഞ്ജീഷ് സൂചിപ്പിച്ചതുപോലെ ജ്യോതികുമാർ ചാമക്കാലയായിരുന്നു. അദ്ദേഹം ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയാണ്. അപ്പോഴാണ് ഈ വെട്ടിക്കല കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് മഞ്ജുഷ് ഇപ്പോൾ ഉള്ളത്. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് തുടരും.